നമുക്ക് ഒരു പുൽത്തുരുമ്പ് മുതൽ നമ്മൾ വരെയുള്ള സകല സാധനവും ഒരു കുലത്തിൽ നിന്നുണ്ടായതാണ്, ഒരു ഗോത്രത്തിൽ നിന്നുണ്ടായതാണ്. അപ്പം ഞാനില്ല, എൻ്റെ ജാതിയും ഗോത്രവും മതവും സകലതും പോയില്ലേ. പിന്നെ ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെ ആണെന്ന് അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവർ തന്നെയാണെന്ന് ബോധ്യമായ പിന്നെ എന്താണ് ഇതിന് പേടിക്കാൻ? പക്ഷെ ആ ബോധം വരണം, വരുമ്പോൾ മാത്രമേ. അത് വരാത്തവൻ ഈ പണി നിർത്തണം. അത് ചെയ്യുമ്പോഴാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരിക. അത് വന്നില്ലെങ്കിൽ നിങ്ങൾ കൂടെയുള്ള അനുചര വൃന്ദം ഉണ്ട്, നിങ്ങൾ ഈ ഹൊയ്യാഹോയ് വയ്ക്കുന്ന വൃന്ദം ഉണ്ടല്ലോ, അതിനെല്ലാം തൂത്തുപെറുക്കി ദൂരെ കളഞ്ഞിട്ട് ഒന്നുകൂടെ അകത്തേക്ക് തിരിഞ്ഞ് വീണ്ടും ഇരിക്കണം. അത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പണി ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം 3000 ശിഷ്യന്മാരും 4000 ശിഷ്യന്മാരും ഉണ്ടാക്കി വെച്ച് ശിഷ്യന്മാരുടെ അവരുടെ മുഖസ്തുതി കേട്ട് സന്തോഷിച്ചിരിക്കലല്ല, സിംഹാസനത്തിലിരിക്കലല്ല നമ്മുടെ പണി. ഈ ആനന്ദം എന്ന് ബ്രേക്കാക്കുന്നോ ആ നിമിഷം ഈ ചുറ്റും നിന്ന് ഹൊയ്യാഹോയ് വിളിക്കുന്നതിനെല്ലാം മാറ്റണം. അവരെ അവരുടെ പണി ചെയ്യാൻ അനുവദിക്കണം, അല്ലെ അവരെ ജീവിക്കാൻ അനുവദിക്കണം. ആനന്ദം നമ്മൾ അമ്മയിൽ കണ്ടെത്തണം, അല്ലെങ്കിൽ അവനോ ഇങ്ങോട്ടേ ഉള്ളൂ, എല്ലാം ഇങ്ങോട്ടല്ല, ഉള്ളിലേക്കല്ലേ. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖസു ദുർലഭ എന്നല്ലേ ഇത്. അത് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടല്ലേ കൂടുന്നത്, നമ്മുടെ ഉള്ളിലേക്ക് നോക്കാറില്ല. അതാണ് വിരോധാഭാസം. ഇത് പറഞ്ഞ് അങ്ങോട്ടാണ് ഇടുന്നത്, ഇത് ഇങ്ങോട്ടാണ് ഇടണ്ടേ.